നമസ്കാരം. 2014-ലെയും 2019-ലെയും മോദി ഭരണത്തിന് വിരുദ്ധമായി ഇത്തവണ തുടക്കം മുതലേ കയറി കളിക്കുന്ന പ്രതിപക്ഷത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ പ്രാവശ്യം അംഗബലത്തിൽ വർധനമുണ്ടായത് പ്രതിപക്ഷത്തിന് ആവേശം പകരുന്നതായിരുന്നുവെങ്കിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കാര്യമായ മാറ്റം വരുത്താൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല എന്നത് മറ്റൊരു വസ്തുതയാണ്. ഈ വസ്തുത നിലനിൽക്കെ തന്നെ ഇന്ന് 18ാം ലോക്സഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിവസം തന്നെ ഇന്ത്യ മുന്നണിയുടെ പ്രതിഷേധം കത്തിക്കയറി. ആദ്യം പ്രോട്ടീം സ്പീക്കർ വിവാദം ഉയർത്തിയെങ്കിലും അത് കാറ്റത്ത് പാറ്റിയ പതിർ പോലെ ആയിപ്പോയി. പിന്നീട് നീറ്റ് വിവാദം ഉന്നയിച്ചു, അതും നിലനിന്നില്ല. 26-ന് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് ഭരണ പ്രതിപക്ഷ മുന്നണിയുടെ ഏറ്റുമുട്ടലിന് തുടക്കം കുറിക്കും എന്നതിൽ തെല്ലും സംശയമില്ല. എന്തായാലും പഴയതുപോലെ ആവില്ല കാര്യങ്ങൾ എന്നത് വ്യക്തമാണ്. പ്രതിപക്ഷം എത്രയെല്ലാം വിവാദങ്ങൾ പടച്ചുവിട്ടാലും അത് മോദി ഭരണത്തെ ബാധിക്കില്ല. അഗസ്ത്യ വെസ്റ്റ്ലാൻഡ് അഴിമതി കേസിന് മൂർച്ച കൂട്ടാൻ ഒരുങ്ങുകയാണ് BJP. പഴയതുപോലെ സഭ ബഹിഷ്കരിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയില്ല. ആ ശ്രമം പാഴാകും. കാരണം ആയുധങ്ങൾക്ക് മൂർച്ച കൂടുകയാണ്. പ്രക്ഷുബ്ധമായ പല സമരങ്ങൾക്കും ഇന്ത്യ വേദിയാകും. എന്തായാലും ജൂൺ 26 ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമായിരിക്കും എന്ന് കരുതാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.